ഹായ് ഓൾ, ഇറ്റ്സ് മീ അഹമ്മദ് അസറുദ്ദീൻ. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50നെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കാരണം എല്ലാവർക്കും അറിയാം നിഫ്റ്റി 50 എന്ന് പറയുന്നത് NSEന്റെ ഒരു സൂചികയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത് എന്ന് പറയുന്ന ഇൻഫോർമേഷൻസ് തരുന്ന ഒരു സൂചികയാണ് നിഫ്റ്റി 50 എന്ന കാര്യം അറിയാം. പക്ഷെ എന്താണ് നിഫ്റ്റി 50, അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു, അതിലണ്ടല്ലോ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട്, അതിൽ വെയിറ്റേജ് സ്റ്റോക്കുകൾ എന്താണ്, നോർമൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ആൻസർ ഉണ്ടാവില്ല. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിഫ്റ്റി 50 എന്താണെന്നും അതിൽ കണ്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകൾ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിഫ്റ്റി 50. ഓക്കെ, നിഫ്റ്റി 50 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമീനെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മേജർ ആയിട്ട് വരുന്ന സ്റ്റോക്കുകളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതിൽ അണ്ടർ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ വരുന്ന HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ വരുന്ന സ്റ്റോക്കുകളും ഉണ്ടാവും. ഓട്ടോ സെക്ടറിൽ വരുന്ന ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ് വരുന്ന ഓട്ടോ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കും ഉണ്ടാവും. ഫാർമ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. IT സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും. അഥവാ മേജർ ആയിട്ട് വരുന്ന എല്ലാ സെക്ടേഴ്സിലും പെർഫോം ചെയ്യുന്ന മേജർ സ്റ്റോക്കുകളാണ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് ഇതിന്റെ കണക്ഷൻസ് എങ്ങനെയാണ്? നിഫ്റ്റി 50 മുകളിലോട്ട് പോകുന്നു കാണുന്ന സമയത്ത് ഈ മേജർ ആയിട്ട് വരുന്ന എല്ലാ സെക്ടേഴ്സിലുമുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന സ്റ്റോക്കുകളിൽ വരുന്നുണ്ട്. അതിന്റെ ബേസിലാണ് നിഫ്റ്റി 50 മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റുക. അപ്പൊ നിഫ്റ്റി 50 താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാലോ, മേജർ ആയിട്ട് വരുന്ന സെക്ടേഴ്സിലെല്ലാം വിഡ്രോവൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഡ്രോവൽസ് വരുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റി 50യും താഴോട്ട് ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ സെല്ലേഴ്സ് വരുന്നു എന്ന് പറയുന്ന ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു റിലേഷനിലാണ് ഇത്. ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ ആണ്. ഇതിൽ ഇൻഡെപ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ഇൻഡെക്സുകളിനെ ഈ പറയുന്ന നിഫ്റ്റി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റും ബയ്യേഴ്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. താഴോട്ട് പോകുന്ന സമയത്തോ സെല്ലേഴ്സ് ആണ് മാർക്കറ്റിൽ വരുന്നത്. ഈ ബയ്യേഴ്സും സെല്ലേഴ്സും ആരാണ്? DIS, FIS, റീറ്റെയിൽ ട്രേഡേഴ്സ്. ഇവരെല്ലാമാണ് മേജർ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസ്. ഇവർ വന്ന് ട്രേഡ് ചെയ്യുന്ന ഏരിയയാണ് ഇന്ത്യയിലുള്ള സ്റ്റോക്സുകൾ. കാരണം ഫോറക്സിൽ പോയ കറൻസീസ് ആയിരിക്കും, ക്രിപ്റ്റോയിൽ പോയ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്? സ്റ്റോക്സുകളിലാണ് വന്ന് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ നിഫ്റ്റി 50 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ നിഫ്റ്റി 50 എന്താണെന്ന് പറയുന്ന ഒരു ഓവറോൾ ഐഡിയ കിട്ടി. ഇനി അതിൽ അണ്ടറിൽ ഏതൊക്കെയാണ് 50 സ്റ്റോക്കുകൾ എന്ന് നോക്കാം. അത് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം അതിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഡേറ്റാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. മാർക്കറ്റ് ഡേറ്റ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻഡീസസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യം കാണുന്ന ഇൻഡീസസ് എലിജിബിൾ ഇൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതിൽ, ഇനി ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളതൊക്കെ വേറെ സെഗ്മെന്റ്, അത് വരുന്ന വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, സോ നിഫ്റ്റി 50 ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ വരുന്ന 50 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ടാവും. ഇതിൽ 50ാമത്തെ സ്റ്റോക്കുകൾ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 50 സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഒരു അണ്ടർ പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ അവിടെ നിന്ന് പുറത്ത് ചാടിപ്പിക്കും. എന്നിട്ട് 51ാമത്തെ സ്റ്റോക്ക് പിന്നെ മുകളിലോട്ട് കയറി വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ്, അതിന്റെ പെർഫോമൻസിലാണ് ഈ 50 സ്റ്റോക്കുകൾ ഈ നിഫ്റ്റി 50യിൽ എന്ത് ചെയ്യുന്നത്, സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു രീതിയിലാണ് നിഫ്റ്റി 50ന്റെ അണ്ടറിൽ ആര് വരുന്നത്, ഈ സ്റ്റോക്കുകൾ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ആ സ്റ്റോക്കുകൾ വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ, അവരുടെ പെർഫോമൻസ്, അവരുടെ റിസൾട്ട്, ഈ കാര്യങ്ങളെല്ലാം അതിൽ ആഡഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വീഡിയോസ് ആയിരിക്കും. നമുക്ക് പയ്യെ പയ്യെ വരുന്ന ദിവസങ്ങളിൽ ഓരോ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. അപ്പോൾ നിഫ്റ്റി 50 എന്താണ്, അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നു, അതിൽ സ്റ്റോക്കുകൾ ഏതാണെന്ന് മനസ്സിലായി. ഇനി ഈ നിഫ്റ്റി 50യിൽ തന്നെ വെയിറ്റേജ് സ്റ്റോക്കുകൾ എന്ന് പറയുന്ന കുറച്ച് കാറ്റഗറീസ് ഓഫ് സ്റ്റോക്കുകൾ ഉണ്ട്. ആ സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് നിഫ്റ്റി 50നെ പുൾ ചെയ്തു പോകുന്നത് ആ സ്റ്റോക്കുകളായിരിക്കും. കാരണം നിഫ്റ്റി 50 മാത്രമല്ല മൂവ് ചെയ്യുന്നത്, അതിൽ കാരണം വേറെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ആ സെക്ടേഴ്സ് തന്നെ മൂവ് ചെയ്യാൻ കാരണമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിനെയാണ് നമ്മൾ വെയിറ്റേജ് സ്റ്റോക്കുകൾ എന്ന് പറയാം. ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയതിനു ശേഷം നിഫ്റ്റി 50 വെയിറ്റേജ് സ്റ്റോക്കുകൾ എന്ത് ചെയ്യാണ്
ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന NSEയുടെ തന്നെ പറയുന്ന ഡേറ്റേസ് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ പോവുകയാണ്. അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ഒരു PDF ആയിട്ട് ആ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. അവിടെ നോക്കുകയാണെങ്കിൽ ഈ Nifty 50നെ മേജറായിട്ട് കൊണ്ടുപോകുന്ന സെക്ടേഴ്സ് ഏതാണ്? ഫൈനാൻഷ്യൽ സർവീസ്. ഏകദേശം 36.84% എന്ത് ചെയ്യുന്നുണ്ട്? നിഫ്റ്റിനെ മൂവ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് 10.39% എന്ത് ചെയ്യുന്നുണ്ട്? നിഫ്റ്റിനെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം IT അതുപോലെ തന്നെ ഓട്ടോ, ഇവരും നല്ലൊരു IT നോക്കുകയാണെങ്കിൽ 10.23, ഓട്ടോ സെക്ടർ നോക്കുകയാണെങ്കിൽ 6.81, അതിനുശേഷം ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് എന്ന് പറയുന്നത് 6.49. സോ ഇങ്ങനെ ഓരോ സെക്ടേഴ്സിനും നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റേജ് ഈ പറയുന്ന സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മേജർ ആയിട്ട് വരുന്ന ആളൊക്കെയാണ് ഫൈനാൻസും ONGC, IT അതുപോലെ തന്നെ ഓട്ടോ. ഇവർ 4 പേര് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ 4 സെക്ടേഴ്സ് നല്ല രീതിയിൽ ബൈയിങ് പ്രഷറിൽ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലോട്ട് പോകും. ഈ 4 പേര് താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാലോ നിഫ്റ്റി താഴോട്ട് പോകുന്നതും കാണാൻ പറ്റും. സോ ഇതാണ് നിഫ്റ്റിനെ കൊണ്ടുപോകുന്ന മേജർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ നിഫ്റ്റിയിൽ തന്നെ മേജർ ആയിട്ട് പുഷ് ചെയ്യാൻ പവറുള്ള സ്റ്റോക്കുകളാണ് ഒന്ന് HDFC ബാങ്ക്, അനദർ റിലയൻസ് ഇൻഡസ്ട്രി, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, ലേസർ ആൻഡ് ടർബോ, SBI, ITC ലിമിറ്റഡ്, ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഈ സ്റ്റോക്കുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിഫ്റ്റിനെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ സ്റ്റോക്കുകൾ തന്നെ ഓരോ സ്റ്റോക്കുകളും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ HDFC ബാങ്ക് എടുക്കുകയാണെങ്കിൽ 12.88% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ റിലയൻസ് നോക്കുകയാണെങ്കിൽ 8.88% വെയിറ്റേജ് ഉണ്ട്. ICICI ബാങ്ക് നോക്കുകയാണെങ്കിൽ 8.30 ഉണ്ട്. ഭാരതി എയർടെൽ നോക്കുകയാണെങ്കിൽ 4.73. ഇങ്ങനെ ഓരോ സ്റ്റോക്കുകൾക്കും ഓരോ വെയിറ്റേജ് ഉണ്ട്. വെയിറ്റേജ് മീൻസ് ഈ നിഫ്റ്റിനെ താങ്ങി നിൽക്കാനും മുകളിലോട്ട് കൊണ്ടുപോകാനും പവറുള്ള ശേഷിയുള്ള സ്റ്റോക്കുകളാണ് ഈ പറയുന്ന വെയിറ്റേജ് സ്റ്റോക്കുകൾ. സോ അതിന്റെ വെയിറ്റേജിന്റെ പെർസെൻറ്റേജും കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ HDFC ബാങ്കും റിലയൻസും തീരുമാനിക്കുകയാണ് നിഫ്റ്റിനെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഈ സ്റ്റോക്കിനെ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ചെറുതായിട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കും. ഇതേ 2 സ്റ്റോക്കുകളിൽ ഈ ഇൻവെസ്റ്റേഴ്സ് എന്താണ് സെല്ല് ചെയ്ത് ഒഴിവാകുകയാണെങ്കിൽ ഇതേ Nifty 50 ഒന്ന് തറക്കി കറക്ഷൻ ചെയ്ത് പോകുന്നതും കാണാൻ പറ്റും. സോ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾ ഇൻഡെക്സുമായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂ പ്രോപ്പർ ആയിരിക്കും, പ്രോപ്പറായിട്ട് ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് മേജറായിട്ട് Nifty 50 വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. സോ അതിൻ്റെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, വെയിറ്റേജ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, വെയിറ്റേജ് സ്റ്റോക്കുകൾ വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. അത് വീക്ക്ലി മന്ത്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആ ചേഞ്ചസും നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി Nifty 50 ആറാണ്, അവർക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്, ഡൺ ഫോർ ദ ഡേ. ചെറിയൊരു വീഡിയോസ്, വലിയ നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതോടുകൂടി ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ടേക്ക് കെയർ.